എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എന്നോട് പറയും അത് ഈ വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം അല്ല വരണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരുപാട് വീഡിയോയിൽ പല വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അധികം അങ്ങനെ ആരും കാണാനൊന്നും ഇല്ലായിരുന്നേ. അരമണിക്കൂറൂടെ കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ പോവാം. എൻ്റെ കൊളീഗ്സ് ഉണ്ട്, തൊട്ടപ്പുറത്ത് ഉണ്ട് ഒരു 4 പേര്, അല്ല 1 2 3 പേര്. അവിടെ 4 പേരാണ് ആക്ച്വലി. ഒരാൾ നാട്ടിലാണ്. അപ്പോൾ അവരെയും കൂടെ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനേ ഈ രാവിലെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതിന് കാരണമുണ്ട് കേട്ടോ. ഒരുപാടധികം സന്തോഷവും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ രാവിലെ അങ്ങ് വീഡിയോ എടുത്ത് തുടങ്ങാം എന്നൊക്കെ എനിക്ക് തോന്നിയതും ഞാൻ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് റീസൺ എന്താ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. അത്രത്തോളം നിങ്ങളെന്നെ എനിക്കറിയത്തില്ല അത് എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ബട്ട് എനിവേ ഒരുപാടധികം സ്നേഹമുണ്ട്. എൻ്റെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കമൻറ്റ്സ് തരുന്നതിലും ഒക്കെ ഒരുപാടധികം നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് ആക്ച്വലി ഐ തിങ്ക് എനിക്ക് പണ്ടെങ്ങും അല്ലെങ്കിൽ ഇപ്പോഴെങ്ങും ഒരിക്കലും കിട്ടാത്ത കണക്കൊരു വലിയ സന്തോഷമാണത് കേട്ടോ നൽകുന്നത്. എനിവേ ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് രാവിലെ വളരെ ഏർലി മോർണിംഗ് 7, 7:30, 8 മണി സമയമാണ്. കണ്ടില്ലേ ക്ലൈമറ്റ്. ഇന്നിവിടെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു അന്തരീക്ഷമായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു ചെറിയ തണുപ്പും ഒരു മൂടിയ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ, അതേപോലത്തെ ഒരു കാലാവസ്ഥയിൽ നിൽക്കുകയാണ്. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കെന്നാ കാണാം. ഞാനിപ്പോൾ ഓഫീസിലോട്ട് പോവുകയാണ്. നോക്കട്ടെ ഓഫീസിലെ ഓക്കെ. എനിവേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുത് ആഡ് ചെയ്ത് കൊണ്ടുപോയി ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും പോയോ. ഞാൻ എന്തായാലും എൻ്റെ ഓഫീസൊക്കെ ഒന്ന് കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് വന്നിറങ്ങിയ ഫസ്റ്റ് കണ്ടെത്തത് ഇവനെയാണ്. ഗുഡ് മോർണിംഗ്. ആരാ? രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ്. അപ്പം ഗുഡ് മോർണിംഗ് എല്ലാവരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസ് ഒന്ന് പരിചയപ്പെട്ടാലോ? ബാ, ഞാൻ ഓഫീസ് കാണിച്ചു തരാം. ഓ ശരി, ഓക്കെ, ബൈ ബൈ. കണ്ടോ ഓഫീസിൽ ആദ്യം വന്നാൽ തന്നെ ആരെയാ കാണുന്നേ? അതാണ് ഞാനേ നമ്മുടെ ഓഫീസും നമ്മുടെ കോ വർക്കേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. അപ്പം ഫേമസ് ആണല്ലേ? ഫേമസ് ഒന്നല്ല, പക്ഷെ ചെറിയൊരു സെലിബ്രിറ്റിയാണ്. പിന്നെ അതൊക്കെ തന്നെ. എല്ലാവരും സുഖം. രണ്ടുപേര് ഇപ്പോൾ ഒരു മൂഡില്ല. അതെ, താങ്ക് യു. ഇതാണ് നമ്മുടെ ജലീലിന് ഒരു ദിവസം വീഡിയോ എടുക്കുന്നുണ്ട്. എന്ത് ഇതാണ് നമ്മുടെ ജലീല്. നമ്മള് മുന്നേ പറഞ്ഞതല്ലേ. സംഭവമൊക്കെ ശരിയാണ്. അപ്പൊ ഇവിടുത്തെ എന്തൊക്കെ ഇതാണ് അക്കൗണ്ടന്റ് പ്ലസ് മാനേജർ അല്ലേ? മാനേജർ. ഓക്കെ, ഇനി ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. പുള്ളി നാട്ടില. ഒന്നല്ല, 2 പേരുണ്ട്. 2 പേരും നാട്ടിലല്ലേ? അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. ഫുള്ളായിട്ട് അങ്ങോട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് ഓഫീസ്. ഇനി ഞാൻ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വന്നപ്പോൾ ആദ്യം കണ്ടില്ലേ രഞ്ജിത്ത്? അവൻ്റെ സാധനങ്ങളാട്ടോ. പ്രിൻറ്റിങ് ഐറ്റംസ് എല്ലാം അവൻ്റെയാണേ. ഇത് നമ്മുടെ ഡേറ്റ റിക്കവറി ഒക്കെ ചെയ്യുന്ന ഏരിയയാണ്. ഇത് വന്നിട്ട് ഞാൻ ലാപ്ടോപ്പിൻ്റെയും ടാബിൻ്റെയും പിന്നെ എന്താ പറയുക, വേറെ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം റിപ്പയർ ചെയ്യുന്ന എൻ്റെ ഏരിയ ആണത്, ഞാനിരിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇതെന്നെന്താ, ഇനി നമുക്ക് ഇവിടെ ഇനിയുണ്ട്. ഞാൻ എല്ലാ സ്ഥലവും പരിചയപ്പെടുത്താം. ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഓണാക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഇതൊക്കെ ഒന്ന് ഇപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തേക്കാം. ഇതൊക്കെ ഒന്ന് ഓണാക്കിയിട്ടേ. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് എൻ്റെ ഓഫീസ്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നിടം. അപ്പോൾ ഇനി എന്താ പറയുക, ഇനി എൻ്റെ കൊളീഗ്സ് ഉണ്ട്, തൊട്ടപ്പുറത്ത് ഉണ്ട് ഒരു 4 പേര്, അല്ല 1 2 3 പേര്. അവിടെ 4 പേരാണ് ആക്ച്വലി.
ഒരാൾ നാട്ടിലാണ് ഇപ്പോൾ. അപ്പോൾ അവരെയും കൂടെ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ നീ പറ, നീ എന്തോരം ഇപ്പം പറഞ്ഞല്ലോ എന്നെ ഇപ്പം നീ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ പറ, ഈ കാര്യം കേൾപ്പിച്ചു തരാം. പറ എന്താ പറഞ്ഞാൽ അത് പോട്ട്. നിങ്ങളിത് കണ്ടോ, എങ്ങനെയുണ്ട്, കൊള്ളാവോ സംഭവം? നമുക്ക് KM ട്രേഡ് എന്ന് പറഞ്ഞൊരു കടയുടെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാനിങ്ങ് തൂക്കി, എനിക്കത് ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ലേ? അയ്യോ നല്ലതല്ലേ? നല്ലതാ, അത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ കമ്പനി, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് ഹാപ്പിയാണ് ഇവിടെ, പല പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ കേട്ടോ. ചൊവ്വാഴ്ച രാവിലെ 10:17 ഇപ്പോൾ സമയം. ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം. ഞാൻ വന്നു, ഞാൻ എൻ്റെ ജോലി തുടങ്ങി. ഇത് കണ്ടോ, ഇതുപോലുള്ള ഡിവൈസുകളൊക്കെ റെഡിയാക്കുന്ന പരിപാടിയാണ് എൻ്റെ ജോലി. പലരും ചോദിച്ചിരുന്നു എനിക്ക് എന്താ ജോലി എന്നൊക്കെ, ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് മൈക്രോസോഫ്റ്റിൻ്റെ സർഫസിൻ്റെ ലാപ്ടോപ്പാണ്. അപ്പോൾ ഇത് പിന്നെ അല്ല സാധാ ലാപ്ടോപ്പ്, മാക്ബുക്ക് അങ്ങനെയല്ല, ഈ ടാബ് അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ സാധനങ്ങളും റിപ്പയർ ചെയ്യുക. ഹാർഡ്വെയർ കംപ്ലയിൻറ്റ് വരുന്നതും, അത് സോഫ്റ്റ്വെയർ ആയാലും എന്തോ ആയാലും ഇതൊക്കെ റിപ്പയർ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി. ഇന്നിപ്പോൾ കുറച്ചുകൂടി ഹാപ്പിയാണ്. അതിനെന്താ പറയണ്ടേ, ഒന്ന് നിങ്ങളുടെ സപ്പോർട്ട്, അത് എനിക്ക് പറയാൻ അറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. പിന്നെ ഐ തിങ്ക് എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. ഇടയ്ക്കൊക്കെ എന്തൊക്കെ തോന്നും, അത് മനുഷ്യനല്ലേ, ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വിഷമം വരും, അത്രേ ഉള്ളൂ. ഇന്ന് എഴുതിയിട്ട് എപ്പോഴും ഒന്നുമില്ല എനിക്ക് കേട്ടോ. ഇപ്പോൾ ഐ എം ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കാണാം. അങ്ങനെ ഉച്ചര ആയിട്ടുണ്ട്, ഒരു 12-12:30 ആവുന്നു. അരമണിക്കൂറൂടെ കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ പോവാം. ഇന്നത്തെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ റൂമിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേരുണ്ട്, പക്ഷേ 1-2 പേർക്ക് അത്ര ഇൻട്രസ്റ്റഡ് അല്ല വീഡിയോയിൽ വരാൻ ആയിരിക്കാം. സോ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ഒളിച്ചു പോയി നമുക്ക് നോക്കിയിട്ട് വന്നാലോ. കാണിക്കാം. കണ്ട ഇതിനകത്ത് 3 പേരുണ്ട്. 3 പേര് ആയിരിക്കുന്ന ആളിന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഇതിപ്പോൾ ഒരാൾ എണീറ്റ് വരും, കണ്ട. ഇപ്പോൾ വരണ്ടായിരുന്നു. അല്ല ഇതോ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ്? നോട്ടിപ്പോയി എന്നെ ഷൂട്ട് ചെയ്യുന്നു. ഇല്ലേ? ഓക്കേ, ഞാൻ പറയുമായിരുന്നേ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഒളിച്ച് ഞാൻ എടുത്ത് കാണിച്ചു തരാം. 3 എണ്ണം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുത്ത ഒരു സർവീസ് റൂം. അവതാർ കാണണോ നിങ്ങൾക്ക്? അവതാർ ഓടിക്കൊണ്ടിരിക്കുമോ? അവതാർ ഓടിത്തള്ളിക്കോ, ഓടിക്കോ. ഇവ ഉദ്ദേശിച്ചത് വാഴപ്പിണ്ടി. മാണിത്തട്ട്, കൂമ്പ്,
നിങ്ങളെന്ത് ഉണ്ണിത്താട്ടോ? ഉണ്ണിക്കാമ്പാണ് തണ്ടെന്ന് പറയുന്നത്. വെള്ള ഉള്ളില് ട്യൂബ്ലൈറ്റ് പോലെ സാധനം. ഞാൻ എന്നെ ഇങ്ങനെ എടുത്തതാ. ഉണ്ണിത്താണ്ടല്ലേ? വാഴക്കൂമ്പിന് എന്ത് പറയും? വാഴക്കൂമ്പിന് വാഴക്കൂമ്പെന്ന് പറയുമോ അതോ എന്തോ പറഞ്ഞു? ഉണ്ണിക്കുട്ടൻ എന്തോ പറഞ്ഞു? ഉണ്ണിക്കാമ്പോ എന്തോ പറയുന്നു. അത് ഇതറേ ഒരു സെറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം നിങ്ങൾക്ക്. ഞാൻ എന്ത് ചെയ്യണത്? ഇതെന്ത് വെള്ളത്തിൽ കണ്ടൊക്കെ ഇട്ട് മുക്കിയെന്ന് തോന്നുന്നു കേട്ടോ. വാട്ട് ടു ഡു? വെള്ളം കയറിയ അവൾ കയറ്റിയതാ. വയ്യേ? അസുഖം എന്തെങ്കിലും? അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. തലവേദനയൊക്കെ എടുത്തിരിക്കുമ്പോൾ ഇരിക്കുന്നു. അല്ലാതല്ല ഞാൻ ചോദിച്ച ടോണ് മാറിപ്പോയാ. ഷിറ്റ്. അവതാറിന്റെ കാർട്ടൂണ് കൊള്ളാം കേട്ടോ. ഗെയിം ആയിരിക്കും തോന്നുന്നു. സിനിമ ഇനി ഞാൻ നമ്മുടെ രഞ്ജിത്തിൻ്റെ റൂം കാണിച്ചു തരാം. ഇവിടെയാണ് ഫുള്ള് നമ്മുടെ രഞ്ജിത്ത് കുട്ടൻ്റെ റൂമാണേ. പ്രിൻ്റർ ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കൊച്ചു ലോകം എന്ന് പറയുന്നത്. ആൻഡ് നല്ലതാണ്, ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആർക്കും ഒരു രീതിയിലുമുള്ള പ്രഷറില്ല, പിന്നെ ഒരു ടെൻഷനില്ല, സന്തോഷമായിട്ട് പോകുന്നു. ആൻഡ് ഞാനും ഇപ്പോൾ വളരെയധികം സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓർക്കും. ഇവിടെ മനുഷ്യനല്ലേ, കുറച്ചെന്തെങ്കിലുമൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമം വരുമായിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6:30 വരെ നോർമൽ ഡേയ്സിൽ. ഇപ്പം നോയമ്പ് സമയം ആയതുകൊണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ 8 തൊട്ട് വൈകിട്ട് 4 മണി വരെയാണുള്ളത്. പിന്നെ അവളൊക്കെ എല്ലാം ഫൈനാണ്. വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്? ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഈ Q&A എന്ന് പറഞ്ഞിട്ട് അല്ലേ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. നിങ്ങൾ ചോദിക്കുന്നു, ഞാനതിന് മറുപടി പറയുന്നു. ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യണോ? അതൊക്കെ ആക്ച്വലി ജാടായി പോവുമോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം എന്നെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. ഫ്യൂച്ചർ എന്താണെന്നുള്ളതൊക്കെ നമുക്കിതിൽ കൂടെ തന്നെ കാണാമല്ലോ. എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. എനിവേ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങോട്ട് മുമ്പോട്ട് കടന്നു പോകണമെന്നാണ് ആഗ്രഹം. ആരും നമ്മളെയും അതേപോലെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ എന്ന് കരുതുന്നു. പിന്നെ വേറൊന്നുമില്ല. ഓക്കെ ദെൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം. ഞാനേ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. റൂമിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ജോലി, അല്ലെങ്കിൽ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ 1-2 പേര് ചോദിച്ചിരുന്നു എന്താ ജോലി എന്നൊക്കെ, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. പിന്നെ അതുപോലെ ഇതൊക്കെയാണ്, നല്ല ഹാപ്പിയായിട്ട് പോകുന്നു. ആൻഡ് സംഭവം ശരിയാണ്. പലപ്പോഴും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഒരു ചെറിയ സങ്കടം വരുമെന്നേ ഉള്ളൂ, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആരോ പിന്നെ ഒരു കമൻ്റ് ഇട്ടിരുന്നു, നന്നായി അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അത് നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ ആക്ച്വലി ഞാൻ ആ ഒരു വീഡിയോ ഇന്ന് രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നത് ആ വീഡിയോ ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താ പാട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഇറങ്ങിയത്. പക്ഷെ അത്
ഇറങ്ങി വന്ന് നിന്ന് ഞാൻ ക്യാമറ ഓണാക്കി റെക്കോർഡ് ഓണാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുക. വേറൊന്നും എന്തോ എനിക്കൊന്നും ഓർമ്മ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാനായിട്ടൊരു മനസ്സ് വരുന്നില്ല. അപ്പം അങ്ങനെ നിന്നപ്പോൾ ക്യാമറ ഓൾറെഡി ഓണാണ്. അപ്പം ഞാനത് എനിക്ക് തോന്നുന്നൊരു ഒരു 30 സെക്കൻഡോ 40 സെക്കൻഡോ അത്ര എന്തോ നിന്നിട്ടുള്ളൂ. ആ റെക്കോർഡായ വീഡിയോ നോക്കുമ്പോൾ അതിൽ അങ്ങനെ നിന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇത് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടേക്കാം എന്ന് കരുതി ഇട്ടെന്നേ ഉള്ളൂ. അല്ലാതെ അതിപ്പോൾ എന്തോ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എപ്പോഴും ഇപ്പോൾ റീസെൻ്റ്ലി എന്നെ എപ്പോഴും കമ്പൽ ചെയ്യാറുണ്ട്. അതായത് കമ്പൽ മീൻസ് എന്നോട് പറയും അത് ഈ വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം, അല്ലാതെ നീ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. നീ ആ വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് ആലോചിക്കുക, അത് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ എപ്പോഴും ഇങ്ങനെ എന്നെ പ്രഷറൈസ് ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് മേ ബി ഇന്ന് ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ പോലും കാരണം. എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പോൾ ഞാനും വിചാരിച്ചെന്നാൽ ശരി ചെയ്തേക്കാം, ചെയ്ത് നോക്കാം, അല്ലേ ചെയ്തുകൊണ്ടിരിക്കാം, നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് കമൻറ്റുകളെല്ലാം. ഭയങ്കരമായ സന്തോഷമുണ്ട്, അതിയായ സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എനിക്കറിയില്ല അതെങ്ങനെ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതെന്നൊന്നും. വെറുതെ തള്ളുന്നേ അല്ല, മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. എനിവേ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി, സന്തോഷം. നമുക്ക് അടുത്തൊരു വീഡിയോ എന്താ പറയുക അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. മേ ബി ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരുന്നു, എപ്പോഴെങ്കിലും എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്നതാണ് എൻ്റെ ഉള്ളിൽ. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കറക്റ്റൊരു ഒരു ബാക്കപ്പ് വേണമല്ലോ എല്ലാത്തിനും. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താക്കണമെന്നുണ്ട്. ആക്കിയിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് നമുക്ക് വീഡിയോസ് കാര്യങ്ങളും, പിന്നെ ഇപ്പോൾ ഈ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും ഒരുപാട് പേരുണ്ട്, പല സ്ഥലത്തു നിന്നുള്ളവരാണ്. അപ്പോൾ അതിൽ പറ്റുന്നവരെയൊക്കെ ഒന്ന് പോയി മീറ്റ് ചെയ്യുക, കാണുക, അവരുമായിട്ടൊക്കെ അറിയില്ല അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നതാണോ ഒന്നും അറിയത്തില്ല, മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ ഭയങ്കര മെമ്മറീസാണ് ഇതൊക്കെ. നമുക്കെപ്പോഴും നാളെ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഇതൊക്കെ എപ്പോഴും എന്നും കാണുമെന്നൊന്നും അറിയത്തില്ല, ഈ യൂട്യൂബും ചാനലും ഇതൊക്കെ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് വെച്ച് നമുക്ക് ഇത്രയധികം ആൾക്കാരെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ പരിചയക്കാരുണ്ട്. അതൊരു വലിയൊരു ഇതാണെന്ന് തോന്നുന്നു. പണ്ട് ഞാൻ ഇടുക്കിയിൽ പോയൊരു വീഡിയോ ഉണ്ടേ. എന്ന് വെച്ചിട്ട് ഞാൻ അവരുമായിട്ടൊന്നും ഇപ്പോഴും ഫോണിലോ അല്ലെങ്കിൽ കോളിലോ അല്ലെങ്കിൽ മെസ്സേജിലോ ഒന്നും ടച്ചിലൊന്നും അല്ല. ബട്ട് കണ്ടാൽ സ്നേഹം അതുണ്ടല്ലോ. നമുക്കൊരാളെ ഒത്തിരി വർഷം മുമ്പ് പരിചയപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ പിന്നെയും കാണുമ്പോൾ അയാൾ ഓർമ്മയുണ്ട്, അയാളുമായിട്ടുള്ള മെമ്മറീസ് നമുക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല മെമ്മറീസ് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷവും പരിചയപ്പെടുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അങ്ങനൊരു സാധനം എനിക്ക് ആ ഇടുക്കിയിൽ വെച്ച് പരിചയപ്പെട്ട കുറച്ചധികം കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ എല്ലാം. അപ്പോൾ അവരുമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ ഇതിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരുപാട് വീഡിയോയിൽ പല വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അധികം അങ്ങനെ ആരും കാണാനൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ അന്ന് എനിക്കങ്ങ് വിഷമം, അയ്യോ ഇത് 50 പേര് അല്ലെങ്കിൽ 100 പേരെ കാണുന്നുള്ളല്ലോ, ആരും കാണുന്നില്ല, എനിക്ക് അത് വേണ്ട എന്ന് കരുതി. ആരാത് വിളിച്ചു നോക്കുന്നത്? വേണ്ട വൃത്തം വന്ന് വിളിച്ചു നോക്കുന്നുണ്ടോ? അയ്യോ തലയിടിച്ച്. ആ പോട്ടെ, ആ ഓക്കെ. അപ്പോൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ ഫ്ലോ നഷ്ടപ്പെടുത്തിയല്ലേ ചെറുക്കൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പറഞ്ഞുകൊണ്ടിരുന്ന എന്തായിരുന്നു, മറന്നുപോയല്ലോ. എനിവേ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നും ഞാൻ എൻ്റെ ജോലി സ്ഥലം അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സീ യു നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.